ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. ഒന്ന് കേട്ടിട്ട് പോ 35-ാം ഭാഗം. ഒന്ന് കേട്ടിട്ട് പോ 35-ാം ഭാഗം. അങ്ങനെ ഒരു ദുഃഖ വെള്ളിയാഴ്ച കൂടി കഴിഞ്ഞുപോയി. ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ച ദിവസം. മാനവരാശിയുടെ പാപമോചനത്തിന് വേണ്ടി മശിഹ തമ്പുരാൻ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. പല പല അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവൻ ഈ ഭൂമിയിൽ ചെയ്തു. പലർക്കും 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 നന്മകൾ ചെയ്തു. പക്ഷേ നന്ദിയില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ എന്ന നന്ദിയില്ലാത്ത ഒരു കൂട്ടം അവനെ ക്രൂശിലേറ്റി. അവനെ ഒറ്റുകൊടുത്തത് അവൻ്റെ കൂടെ എപ്പോഴും നടന്നിരുന്ന യൂദാസ് ഇസ്കരിയോത്ത്, പണസഞ്ചി സൂക്ഷിപ്പുകാരൻ, അവനെ ഒറ്റുകൊടുത്തു. അന്നും ഇന്നും മനുഷ്യനാണല്ലോ ഒറ്റുകൊടുക്കാൻ മുൻപിൽ നിൽക്കുന്നത്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഒരിക്കൽ പറഞ്ഞു, നമ്മെ ആരെങ്കിലും പുറകിൽ നിന്ന് കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ തിരിഞ്ഞു നോക്കരുത്. കാരണം അപ്പോഴുണ്ടാകുന്ന വേദനയുടെ ഇരട്ടിയായിരിക്കും നമ്മളെ കുത്തിയ ആളിൻ്റെ മുഖം കാണുമ്പോൾ. നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നമ്മളെ പുറകിൽ നിന്ന് കുത്തിയത് എങ്കിൽ നാം ഇപ്പോൾ അനുഭവിക്കുന്ന ആ വേദനയുടെ ഇരട്ടി വേദന ആ സമയത്ത് നമുക്കുണ്ടാകും. അതുതന്നെയാണ് അവിടെയും സംഭവിച്ചത്. യൂദാസ് ഇസ്കരിയോത്ത് ചുംബനം കൊണ്ട് കർത്താവിനെ കാട്ടിക്കൊടുത്തു ശത്രുക്കൾക്ക്. എത്രയോ നന്മകൾ അവൻ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. എന്നിട്ടും യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റാൻ കൊണ്ടുപോകുമ്പോൾ, അവനെ ക്രൂശിലേറ്റണം എന്ന് വിധി കൽപ്പിക്കുമ്പോൾ ആ നന്മ അനുഭവിച്ച പലരെയും നമുക്ക് കാണാൻ സാധിച്ചില്ല. 5 അപ്പം കൊണ്ട് അവൻ 5000 പേരെ പോഷിപ്പിച്ചു. അന്ന് ആ അപ്പം കഴിച്ച് കർത്താവായ യേശു സ്വന്തം കൈകളിൽ അപ്പമെടുത്ത് ആകാശത്തേക്ക് ഉയർത്തി വാഴ്ത്തി മന്നയുടെ രുചിയുള്ള ആ അപ്പം കഴിച്ച 5000 പേരിൽ ആരും ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്നു. ക്രിസ്തുവിനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക എന്ന് ആർത്തിരമ്പിയ കൂട്ടത്തിൽ അന്ന് അപ്പക്കഷണം കഴിച്ച നീയും ഉണ്ടായിരുന്നില്ലേ? അതിൽ ഒരുവനെങ്കിലും ഉണ്ടായിരുന്നില്ലേ? ബർബാസിനെ വിട്ടുതരിക എന്ന് ആക്രോശിച്ച കൂട്ടത്തിൽ 5 അപ്പവും 2 മീനും വാഴ്ത്തി 5000 പേരെ പോഷിപ്പിച്ച് കഴിച്ച കൂട്ടത്തിലുള്ള ഒരുവനെങ്കിലും അവിടെ നിന്ന് ആ കൂട്ടത്തിനിടയ്ക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് ബർബാസിനെ വേണ്ട, ഞങ്ങൾക്ക് യേശുവിനെ മതി, അവനെ ക്രൂശിക്കരുതെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? നന്മകൾ അനുഭവിച്ച് എത്രയോ പേരുണ്ടായിരുന്നു. എത്രയോ പേർ. അത്തിമരത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു സക്കായിയെ ഇറങ്ങി വാ എന്ന് വിളിച്ചടുത്തേക്ക് വരുത്തിയ സക്കായി ബർബാസിനെ വേണമെന്ന് നീയും ആവശ്യപ്പെട്ടു. ക്രിസ്തുവിനെ ക്രൂശിക്ക എന്ന് പറഞ്ഞപ്പോൾ പാടില്ല ക്രിസ്തുവിനെ ക്രൂശിക്കരുതെന്ന് പറയാൻ നിന്റെ നാവ് എവിടെയായിരുന്നു? ഭർത്തമായി, നീ ഒരു അന്ധനായിരുന്നു. യേശുവേ ദാവീദ് പുത്ര കരുണയുണ്ടാകണമേ എന്ന് നീ വിലപിച്ചപ്പോൾ, നീ ആർത്തട്ടഹസിച്ചപ്പോൾ, നീ ഉറക്കെ അലറി വിളിച്ചപ്പോൾ, അവനെ വിളിക്ക എന്ന് പറഞ്ഞ് ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും നിന്നെ വിളിച്ചു വരുത്തി നിന്റെ കണ്ണിന് കാഴ്ച നൽകിയ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടാനായിട്ട് കൊണ്ടുപോകുമ്പോൾ, അവനെ ക്രൂശിക്ക എന്ന് വിധി കൽപ്പിച്ചപ്പോൾ, ഒരു സമൂഹം മൊത്തം അവനെ ക്രൂശിക്ക എന്ന് ആർത്തട്ടഹസിച്ചപ്പോൾ, വ്യർത്ഥമായി നീ അതിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞോ, അവൻ എൻ്റെ കണ്ണിന് കാഴ്ച തന്നവൻ, അവനെ ക്രൂശിക്കരുതെന്ന് ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ നീ ഉണ്ടായിരുന്നു? നന്മകൾ അനുഭവിക്കാൻ മാത്രം ഒരു ജനക്കൂട്ടം, നന്മകൾ മാത്രം. അവൻ നന്മയല്ലാതെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു കൂനിയായ സ്ത്രീ പള്ളിക്കകത്ത് വന്ന് അവൻ്റെ അടുത്ത് നിന്നപ്പോൾ അവളെ സൗഖ്യമാക്കി യേശുക്രിസ്തു.
കുനിഞ്ഞിരുന്ന ആ സ്ത്രീയെ നിവർത്തി നിർത്തി. എവിടെ പോയി? എവിടെ പോയി? അവനെ ക്രൂശിക്ക എന്ന് ഒരു സമൂഹം മൊത്തം ആർത്തട്ടഹസിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ നീയും ഉണ്ടായിരുന്നോ? ഒരു കാലത്ത് കൂനിഞ്ഞു നിന്ന് നിന്നെ നേരെയാക്കിയ ആ ക്രിസ്തുവിനെ നീ മറന്നോ? എവിടെയായിരുന്നു നീ? നന്മകൾ അനുഭവിക്കുന്ന ഒരു സമൂഹം, എവിടെയായിരുന്നു നീ? ബർബാസിനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് അവനെ വേണം, ആ കൊള്ളക്കാരനെ, ആ കള്ളനെ വേണമെന്ന് പറഞ്ഞ് ആക്രോശിച്ച, അവന് വേണ്ടി വാദം പറഞ്ഞ കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നു. ഏറ്റവും കുറഞ്ഞത് എടാ, ആ കുരിശ് ചുമന്നുകൊണ്ട് കത്രിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ ഏന്തി നടന്നു പോകുമ്പോൾ, മിണ്ടാതെ പോകുമ്പോൾ, വാപൊളിക്കാതെ മിണ്ടാതെ കത്രിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ പോയ ക്രിസ്തുവിനെ നോക്കി ആ കുരിശിൻ്റെ ഒരു വറ്റം ഞാൻ ചുമക്കാമെന്ന് പറഞ്ഞ് ഓടി വരാൻ നിനക്ക് സമയമില്ലായിരുന്നു. നീ എവിടെയായിരുന്നു? പാടത്തു നിന്ന് കയറി വന്ന ഒരു ശിമോൻ, അവൻ അതിന് തോളു കൊടുത്തു. നിർബന്ധിച്ചാണെങ്കിൽ പോലും അവൻ്റെ നന്മകളൊക്കെ അനുഭവിച്ച നിങ്ങൾ എവിടെയായിരുന്നു? എത്രയോ പേർ, എത്ര കുരുടന്മാർ, കുഷ്ഠരോഗികൾ, അതുപോലെ തന്നെ ഈ രോഗം ബാധിച്ച ഒരു നിറഞ്ഞ കൂട്ടം, പ്രത്യേകിച്ച് ഭൂതബാധയുള്ളവർ, ഇവരെയൊക്കെ സൗഖ്യമാക്കി എത്രയോ പേർ നന്മൽ ക്രിസ്തുവിൻ്റെ അനുഭവിച്ചിട്ട് ഒരു സമൂഹം മൊത്തം അവനെ ക്രൂശിക്കുക എന്നലറിയപ്പോൾ മിണ്ടാതെ ഇരുന്നെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അത് ദുഃഖമുളവാക്കുന്ന ഒരു വെള്ളിയാഴ്ചയല്ലായിരുന്നു. ഒറ്റുകൊടുക്കുന്ന മനുഷ്യൻ നന്മകൾ സ്വീകരിച്ചിട്ട്, നന്മകൾ മാത്രം അനുഭവിച്ചിട്ട്, ഇത്രയേറെ ചാട്ടവാറ് കൊണ്ട് അടി കൊണ്ടപ്പോഴും, അവൻ്റെ രക്തം വാർന്നൊഴുകിയപ്പോഴും, അവൻ്റെ തലയിൽ മുൾമുടി വെച്ചപ്പോഴും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും യേശു കരഞ്ഞു എന്ന് നമുക്ക് കാണാനാവില്ല. എന്നാൽ ലാസറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ, തന്നെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടപ്പോൾ, അവരുടെ കണ്ണ് നിറഞ്ഞപ്പോൾ, അതിനോടൊപ്പം യേശുവും കണ്ണുനീർ വാർത്തു. നിങ്ങളുടെ സാധാരണക്കാരൻ്റെ നെഞ്ചൊരുകുമ്പോൾ, മനസ്സൊരുകി വലിക്കുമ്പോൾ, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരടരുമ്പോൾ അവരോടുകൂടെ കരയുന്ന ഒരാളായിരുന്നു ക്രിസ്തു. അവനെ ചാട്ടവാര കൊണ്ട് അടിച്ചപ്പോൾ നിങ്ങൾ മാറി നിന്നു. എത്രയോ നന്മകൾ. അവൻ എന്നും പൂർത്തീകരണത്തിൻ്റെ സൃഷ്ടാവാണ്, എന്തും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നവനാണ്. അവസാന നാളിൽ കുരിശിൽ കിടക്കുമ്പോഴും തൻ്റെ പ്രിയ ശിഷ്യനെ വിളിച്ചിട്ട് പറയുന്നു, യോനാനേ, ഇതാ നിന്റെ അമ്മ. സ്വന്തം അമ്മയെ കാണിച്ചു കൊടുത്തിട്ട്, അമ്മയെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടുപോകാനല്ല പറയുന്നത്, അമ്മയെ കൂട്ടുകാരനെ, തൻ്റെ ശിഷ്യനെ ഏൽപ്പിക്കുന്നു, വിശ്വസ്തനായ ശിഷ്യനെ. എല്ലാം പൂർത്തീകരിക്കുന്നു. ചോദ്യവിധ, ക്രിസ്തു എന്തോരം മാതൃകകൾ കാണിച്ചു, എന്തോരം നന്മകൾ നിനക്ക് ചെയ്തിട്ടും നീ നന്ദിയുള്ളവനാണ്? ദുഃഖവെള്ളിയാഴ്ച ദിവസം അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ നീ മാറി നിന്നില്ലേ? ബർബാസിനെ മതിയെന്ന് പറഞ്ഞ കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ച കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നു. ഒരു ചോദ്യം കൂടി ചോദിച്ചോളട്ടെ. അവൻ തൻ്റെ അമ്മയെ വിശ്വസ്തൻ്റെ കയ്യിലേൽപ്പിച്ചു. നിന്റെ അമ്മ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇപ്പോൾ എവിടെ? നിന്റെ അടുത്തുണ്ടോ? വിശ്വസ്തരായ ഒരാളിൻ്റെ അടുത്താണോ? അതോ വൃദ്ധാശ്രമത്തിലാണോ? അഥവാ അങ്ങനെ ഒരവസ്ഥയാണെങ്കിൽ വൃദ്ധാശ്രമത്തിൽ വിടരുതെന്നല്ലേ ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ക്രിസ്തു യേശു നിങ്ങളെ ഓർപ്പിക്കുന്നത്? നിങ്ങളോടൊപ്പം കൂടെ നിർത്തണം, വിശ്വസ്തൻ്റെ കൂടെ ആയിരിക്കണം, അമ്മ സുരക്ഷിതയായിരിക്കണം എന്നല്ലേ ഈ ദുഃഖ വെള്ളിയാഴ്ച നിങ്ങളെ ഓർപ്പിക്കുന്നത്? അതെ, ഹലോ, ഒന്ന് കേട്ടിട്ട് പോ. അങ്ങനെ ആക്രോശിച്ച കൂട്ടത്തിൽ നിങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നന്മകളൊക്കെ ഒത്തിരി ലഭിച്ചില്ലേ? ഒത്തിരി വാരിക്കോരി അനുഭവിച്ചില്ലേ? തിരിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ആ ക്രിസ്തുവിനെ ക്രൂശിക്കരുത്, എനിക്ക് വേണ്ടി നന്മകൾ മാത്രം ചെയ്തവനൊന്ന് പറയാൻ. ഹലോ, ഒന്ന് കേട്ടിട്ട് പോ.
ഞാൻ മുല്ലത്തലം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുരം.